മധ്യപ്രദേശിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് അറസ്റ്റ് ചെയ്ത മലയാളി വൈദികന് ജാമ്യം ലഭിച്ചു. ഈ മാസം ജനുവരി 7-നാണ് ഫാദർ അനിൽ മാത്യു CMA എന്ന മലയാളി വൈദികൻ അറസ്റ്റിലായത്. മധ്യപ്രദേശിന്റെ തലസ്ഥാനമായ ഭോപ്പാലിൽ നിർധനരായ പെൺകുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന അഞ്ചൽ എന്ന ഹോസ്റ്റൽ ജുവനൈൽ ജസ്റ്റിസ് നിയമം ലംഘിച്ചുവെന്നും 26 പെൺകുട്ടികളെ കാണാനില്ല എന്നും പറഞ്ഞാണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രിയങ്ക് കാനൂഗയുടെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിനെ തുടർന്ന് വൈദികനെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് വൈദികനെ ജയിലിൽ അടയ്ക്കുകയായിരുന്നു. അനുമതിയില്ലാതെ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ നടത്തുക, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ലംഘിച്ചുകൊണ്ട് പെൺകുട്ടികളെ വീട്ടിൽ നിർത്തുക, അതോടൊപ്പം മതപരിവർത്തന നിയമവും വൈദികനെതിരെ ചുമത്തിയിരുന്നു. ജാമ്യാപേക്ഷയിൽ ഫാദർ അനിൽ മാത്യുവിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ഇനോഷ് ജോർജ് കാർലോ ഈ വാദങ്ങളെയെല്ലാം കോടതിയിൽ ശക്തമായി എതിർക്കുകയായിരുന്നു. ഫാദർ അനിൽ മാത്യു നടത്തിയിരുന്ന അഞ്ചൽ ഗേൾസ് ഹോസ്റ്റൽ ഒരു അനാഥാലയമായിരുന്നില്ല എന്നും അവിടെ ജീവിച്ചിരുന്ന പെൺകുട്ടികൾക്ക് സ്വന്തം മാതാപിതാക്കൾ ഉണ്ടായിരുന്നെന്നും അതുകൊണ്ട് തന്നെ ബാലാവകാശ സംരക്ഷണ നിയമത്തിൽ ഇത് ഉൾപ്പെടുകയില്ലെന്നും അദ്ദേഹം കോടതിയിൽ പറഞ്ഞു. മാത്രമല്ല, പെൺകുട്ടികളുടെ മാതാപിതാക്കൾ രേഖാമൂലം നൽകിയ ലെറ്റർ മുഖേനയാണ് അവിടെ അഞ്ചൽ ഹോസ്റ്റലിൽ ചേർക്കുന്നതെന്നും കോടതിയിൽ വ്യക്തമാക്കി. അഞ്ചൽ ഗേൾസ് ഹോസ്റ്റൽ നിയമപരമായ ആവശ്യകത അനുസരിച്ച് സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിൽ രജിസ്റ്ററും ചെയ്തിട്ടുണ്ട്. മതപരിവർത്തനമായിരുന്നു വൈദികനെതിരെ ചുമത്തിയ മറ്റൊരു കേസ്. എന്നാൽ മധ്യപ്രദേശ് നിയമം അനുസരിച്ച് മതപരിവർത്തനം ചെയ്യപ്പെട്ട വ്യക്തിയോ അല്ലെങ്കിൽ മൈനറാണെങ്കിൽ രേഖാമൂല മാതാപിതാക്കൾ പരാതി നൽകിയാൽ മാത്രമേ കേസെടുക്കാൻ പാടുകയുള്ളൂ. എന്നാൽ ഫാദർ അനിൽ മാത്യുവിന്റെ കാര്യത്തിൽ അത്തരത്തിൽ പരാതി ഉണ്ടായിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. അഭിഭാഷകന്റെ വാദങ്ങളെ പ്രശംസിച്ച കോടതി ഫാദർ അനിൽ മാത്യുവിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. 15 വർഷം ശിക്ഷിക്കപ്പെടേണ്ട വകുപ്പുകളാണ് മധ്യപ്രദേശ് സർക്കാർ വൈദികനെതിരെ ചുമത്തിയത്. കഴിഞ്ഞ 20 ദിവസമായി ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു ഫാദർ അനിൽ മാത്യു CMA.